ഷാരിസ് മുഹമ്മദ് രചന നിർവഹിച്ച് ബിൻഡോ സ്റ്റീഫൻ തന്റെ ആദ്യ സംവിധാനത്തിൽ ദിലീപിനെ നായകനാക്കി ഇന്ന് തിയേറ്ററുകളിൽ റിലീസായ സിനിമയാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി. സിനിമയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രിൻസിന്റെ ഫാമിലി ഒരു വലിയ ഫാമിലിയാണ്. അച്ഛൻ, അമ്മ, 3 ആൺമക്കൾ, മരുമക്കൾ, അവരുടെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ഒരു വലിയ ഫാമിലിയാണ്. പ്രിൻസിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. പ്രിൻസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ദിലീപാണ്. പ്രിൻസിന്റെ കല്യാണത്തിലേക്കുള്ള യാത്രയും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളുമൊക്കെയാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറയുന്ന സിനിമ സംസാരിക്കുന്നത്. സിനിമയിൽ ദിലീപിനെ കൂടാതെ സിദ്ദിഖ്, ധ്യാൻ ശ്രീനിവാസൻ, മഞ്ജു പിള്ള, ബിന്ദു പണിക്കർ, വിനോദ് തട്ടിൽ, ജോണി ആന്റണി, അവരെ കൂടാതെ ധാരാളം നടീനടന്മാർ സിനിമയിൽ എത്തുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പെർഫോമൻസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മികച്ചതായിട്ട് തോന്നിയത് ദിലീപ് ആസ് യൂഷ്വൽ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് രാമലീലയ്ക്ക് ശേഷം പുള്ളിയുടെ മികച്ച സിനിമയും പെർഫോമൻസും ആയിട്ടാണ് തോന്നിയേക്കുന്നത്. അത്രയും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു പഴയ സ്റ്റൈലിലെ പുള്ളിയുടെ ചില കോമഡികളും അതുകൊണ്ട് തന്നെ ഇമോഷൻസും ഒക്കെ നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ ഞെട്ടിച്ച കഥാപാത്രമായിട്ട് തോന്നിയിരിക്കുന്നത് ദിലീപിൻ്റെ പേരായിട്ട് വരുന്ന ഒരു ഹീറോയിൻ ഉണ്ട്. പുള്ളിക്കാരുടെ പേരെന്താണെന്ന് അറിയത്തില്ല. കിഡിലം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കിഡിലം പെർഫോമൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ലായിരുന്നു. അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും, സിദ്ദിഖാണേലും ജോണി ആൻ്റണി ഒക്കെ ത്രൂ ഔട്ട് ക്യാരക്ടേഴ്സാണ്. എല്ലാവരും തന്നെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ്. അതുപോലെ തന്നെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന റെനാഡിവാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് സനൽ ദേവാണ്. പാട്ടുകളൊക്കെ ഭയങ്കര അടിപൊളി എന്നും പറയാനില്ല, മോശമൊന്നും പറയാനില്ല. അത്യാവശ്യം രസമുണ്ടായിരുന്നു, കേൾക്കാനായിട്ട് രസമുണ്ടായിരുന്നു. സിറ്റുവേഷന് ചേർന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സാഗർദാസ് ആണ് സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. സിനിമ ഒരു വലിയൊരു മെസ്സേജ്, അതായത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, എസ്പെഷ്യലി സോഷ്യൽ മീഡിയ നമ്മളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓരോ ആപ്പുകളായിക്കോട്ടെ, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യണം എന്നതിൻ്റെയൊക്കെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഈ സിനിമയിലൂടെ വലിയൊരു മെസ്സേജ് തന്നെ തരുന്നുണ്ട്. അത് എന്താ പറയണ്ടേ, നമ്മൾ ശരിക്കും ഭയങ്കര പ്രതീക്ഷയോടുകൂടിയൊന്നും അല്ല ഞാൻ ഈ സിനിമയ്ക്ക് പോയത്. കാരണം വെച്ചാൽ കുറേ നാളുകളായിട്ട് ദിലീപ് എന്ന നടൻ്റെ സിനിമകൾ പൊതുവെ തിയേറ്ററിൽ അത്ര മികച്ച അഭിപ്രായമുള്ളതൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ സിനിമയ്ക്ക് കയറിയ ഒരു ഫസ്റ്റ് ഹാഫ് നോർമൽ, അതായത് പഴയ ആ ഒരു ടൈപ്പ് ദിലീപ് സിനിമകളുടെ ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫസ്റ്റ് ഹാഫ് പോയി. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലേക്ക് വരാൻ നേരത്ത് സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ മികച്ചതായി വന്നതായിട്ടാണ്, അത് പെർഫോമൻസുകളിലും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തൊരു രീതിയിലേക്കായിരുന്നില്ല ആ സിനിമയുടെ ഒരു പോക്ക്. അത് തന്നെ എനിക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഇന്നത്തെ യുവതലമുറ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം ദിലീപ് എന്ന നടൻ്റെ ഒരു മികച്ച സിനിമ കാണാനായിട്ട് സാധിച്ചു. ദിലീപ് എന്ന നടൻ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന സിനിമയായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ പോയി സിനിമ കാണാവുന്നതാണ്. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.